സർക്കാർ നിർമ്മാണ പ്രവൃത്തികളുടെ കുടിശ്ശിക 15,000 കോടി രൂപ കവിഞ്ഞതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കരാറുകാർ. പ്രവൃത്തി പൂർത്തീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും സാമ്പത്തിക പ്രതിസന്ധി കാരണം ബില്ലുകൾ മാറിക്കിട്ടുന്നില്ലെന്നാണ് പരാതി. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു തുടങ്ങിയതോടെയാണ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സമരം പ്രഖ്യാപിച്ചത്. പൊതുമരാമത്ത്, വാട്ടർ അതോറിറ്റി, തദ്ദേശ വകുപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശിക. കിഫ്ബി പദ്ധതി പൂർണ്ണമായും നിലച്ചിരിക്കുക. കോടിക്കണക്കിന് രൂപ കിഫ്ബി പദ്ധതിയിൽ കൊടുത്തു തീർക്കാനുണ്ട്. ജലജീവൻ മിഷന്റെ പദ്ധതി 90% ഇപ്പം നിലച്ചു. ഇന്നലെ കണക്കെടുത്തപ്പോൾ LSCDക്കകത്ത് കോടികളുടെ കുടിശ്ശിക നിൽക്കുന്നത്. ഈ ജനുവരി മാസം 30-ാം തീയതി സെക്രട്ടറിയുടെ മുമ്പിൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം വരെ ഒരു സത്യാഗ്രഹ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുക. പല കരാറുകാരും ബാങ്കുകളിൽ നിന്നൊക്കെ വായ്പ എടുത്താണ് ഇത്തരം പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. പലർക്കും ബാങ്കുകളിൽ നിന്നും ജപ്തി നടപടികൾ വന്നുകൊണ്ടിരിക്കുക. ഇതിന് തീരുമാനമെടുക്കേണ്ടത് ധനകാര്യ വകുപ്പും ഫൈനാൻസും ഗവൺമെന്റുമാണ്. ആ ഗവൺമെന്റിന് ഇതിനകത്തൊരു കൃത്യമായ മറുപടി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു വർക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായി എഗ്രിമെന്റ് വെച്ചില്ലെങ്കിൽ ഫൈനുണ്ട്, കൃത്യമായി പണി തീർത്തില്ലെങ്കിൽ അതിന് ഫൈനുണ്ട്. അപ്പോൾ ഒരു എന്താന്ന് പറയുക, ഏകാധിപത്യ ഒരു വൺ സൈഡ് അഗ്രിമെന്റ് ആയിട്ട് നിലനിൽക്കുന്നത്. മന്ത്രിമാർക്ക് നിവേദനം നൽകിയിട്ടും ജില്ലാ തലങ്ങളിൽ സമരം നടത്തിയിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെയാണ് കൂടുതൽ സമരപരിപാടികളിലേക്ക് കരാറുകാർ കടക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.